നമ്മൾ കൃത്യമായിട്ട് ഇന്ന് മോക്ക് പോൽ കാണിട്ട് 7 മണിയോടുകൂടി നമ്മുടെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും പോളിംഗ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 40% നമ്മൾ ഓൾറെഡി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്നൊരു കുറച്ച് മണിക്കൂറുള്ളിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വോട്ടിംഗ് പെർസെൻറ്റേജിലേക്ക് നമ്മൾ എത്താൻ സാധിക്കുമെന്നുള്ള ഒരു ട്രെൻഡ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊതുവേ എല്ലാ സ്ഥലത്തും വളരെ പീസ്ഫുള്ളായിട്ട് എല്ലാ പോളിംഗ് സ്റ്റേഷൻസിൻ്റെ എറ്റിക്കറ്റ്സ് എല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും പോളിംഗ് നടക്കുന്നുണ്ട്. വേറെ പ്രത്യേകമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ആരും നേരിട്ടുണ്ട് എന്നുള്ള വിധത്തിലുള്ള ഒരു റിപ്പോർട്ട്സ് നമുക്ക് ഒന്നും ലഭ്യമായിട്ടില്ല. നമുക്ക് തോന്നുന്നു കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡോട് കൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വോട്ടിംഗ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശിക്കുന്ന ഒരു 90%ലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് വരാനുള്ള ആൾക്കാരോട് നമ്മൾ വീണ്ടും അഭ്യർത്ഥിക്കുന്നു, ആരെങ്കിലും തീർച്ചയായിട്ടും മറന്നു പോയിട്ടുണ്ടാവില്ല ഇന്നത്തെ ദിവസം. പക്ഷേ എന്തായാലും നമ്മൾ എല്ലാവരെയും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, കൃത്യമായിട്ട് വോട്ട് ഇന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ താങ്കളുടെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു സുവർണ അവകാശമാണ്. ഇന്ന് എല്ലാവരും കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി പോളിംഗ് സ്റ്റേഷനിലെ നമുക്ക് കുറേ ഫസ്റ്റ് ടൈം വോട്ടേഴ്സിനെ കാണാൻ കൂടി ഒരു അവസരം ലഭ്യമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ജനാധിപത്യത്തിലെ ആദ്യത്തെ വോട്ട് ഒരു മധുരമായി ഉണ്ടാവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളൊരു ഇൻസെൻറ്റീവ് എന്നുള്ള വിധത്തിലെ ഒരു ഫസ്റ്റ് ടൈം വോട്ടേഴ്സിന് ഒരു ഹൽവ വിതരണം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് വന്നിട്ടുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ഫസ്റ്റ് ടൈം വോട്ടേഴ്സിന് നമ്മൾ ഹൽവ വിതരണം ചെയ്തിട്ട് അവരെല്ലാവിധ ആശംസകൾ നേരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നമ്മളൊരു വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ മരിച്ചിട്ടുള്ള ആൾക്കാരുടെ കണക്ക് തന്നെ ഏകദേശം ഒരു 7 ലക്ഷം ഉണ്ടായിരുന്നു SIR സമയത്ത് തന്നെ. സോ അത്ര ആൾക്കാർ നമ്മുടെ വോട്ടർ പട്ടികന് പുറത്തായി. പിന്നെ പെർമനൻ്റായിട്ട് ഷിഫ്റ്റ് ആയിട്ടുള്ളവരും ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത്ര ആൾക്കാർ കൂടി ഇതിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും നമുക്ക് വോട്ടിംഗ് അവസാനത്തോടു കൂടി നമുക്ക് കാണാൻ കൂടി സാധിക്കും. ഇല്ല, നമ്മുടെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ആയിരുന്നു. നമ്മുടെ SIRയുടെ ഭാഗമായിട്ട് ഡ്രാഫ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ സമയത്ത് ആൾക്കാർക്ക് അതിനെക്കുറിച്ച് പരാമർശം ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഫൈനൽ ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്തു. അത് കാണിട്ടും എല്ലാ ജനങ്ങൾക്കും പൊളിറ്റിക്കൽ പാർട്ടീസിനും ആ ഇലക്ട്രൽ റോളിയുടെ ഒരു സ്ക്രൂട്ടിനി അവരുടെ മുൻപാണ് എല്ലാം നടന്നിട്ടുള്ളത്. സോ കൃത്യമായിട്ട് SIR നടന്നിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് വോട്ടർ പട്ടിക ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വോട്ടർ പട്ടികയിലുള്ള ആൾ കൃത്യമായിട്ട് വന്നിട്ട് വോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഫലം നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പല പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടിംഗ് മെഷീൻ കംപ്ലൈൻറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതേ തുടർന്ന് കൃത്യസമയത്ത് 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് പോളിംഗ് ആരംഭിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഇപ്പോൾ വൈകുന്നേരം തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള തുടർ നടപടികളുണ്ടാകും. ഇല്ല, നമുക്ക് രാവിലെ വന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് 2 പോളിംഗ് സ്റ്റേഷനിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രയാസം വന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അരമണിക്കൂറുള്ളിൽ തന്നെ അവിടെ എല്ലാ പോളിംഗ് സ്റ്റാർട്ടായി. ഇപ്പോൾ കമ്മീഷണറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് മാക്സിമം നമ്പർ ഓഫ് എലക്ടേഴ്സ് ഒരു പോളിംഗ് സ്റ്റേഷനിൽ 1200 പേർ മാത്രമാണ് വേണ്ടത്. സോ അങ്ങനെ നമ്മുടെ ആവറേജ് എടുക്കുവാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആവറേജ് വോട്ടേഴ്സ് എന്ന് പറയുന്നത് 885 ആണ്, 885. സോ അത്ര ആൾക്കാർ കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഉള്ള ആൾക്കാർക്ക് അത് നമ്മുടെ നിലവിലുള്ള സംവിധാനം അനുസരിച്ചിട്ട് അവർക്ക് ഒരു ടോക്കൺ കൊടുക്കാൻ നിർബന്ധമാണ്. പിന്നെ 6 മണിക്ക് മുൻപ് വന്നിട്ടുള്ള എല്ലാ വോട്ടേഴ്സിന് വോട്ടിംഗ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. പലയിടത്തും ആളുകൾ വോട്ടർമാർ നിറയെ എത്തുന്നുണ്ട്, പക്ഷേ പ്രോസസ്സ് സ്ലോ ആകുന്നുണ്ട്, ഒരു മന്ദഗതിയിലാകുന്ന ഒരു പ്രതിസന്ധി പലയിടത്തും. അതിപ്പോൾ നമ്മുടെ കൺട്രോൾ റൂമോട് കൂടി നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ട് വന്നതായിട്ട് ഒരു ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. പക്ഷേ ഒരു
ആൾക്കാർ സ്ട്രീംലൈൻ ചെയ്തിട്ട് പോകണമെന്നുള്ളതുണ്ട്. അത് ആൾക്കാരത് മാനേജ് ചെയ്തോളും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.